പല ആൾക്കാർക്കും ഈ കയറ്റങ്ങളിൽ വാഹനം എടുക്കുമ്പോൾ നിരന്തരം ഓഫായി പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും വാഹനത്തെ നിർത്താനായിട്ട് പലർക്കും അറിയത്തില്ല. ബ്രേക്ക് ഇല്ലാതെ നമുക്ക് വാഹനത്തെ നിർത്താനായിട്ട് കഴിയും. പല ആൾക്കാരും എന്ത് ചെയ്യും, ഈ ഹാഫ് ക്ലച്ച് വന്ന് ആക്സിലറേഷൻ പെട്ടെന്ന് കൊടുത്ത് വാഹനത്തെ മുന്നോട്ടെടുക്കാനായിട്ട് ശ്രമം നടത്തും. അപ്പോൾ മുന്നോട്ടെടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ പ്രോപ്പർ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് വണ്ടി നിരന്തരം ഓഫായി പോകും. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഒരു വാഹനം എങ്ങനെയാണ് ഹാഫ് ക്ലച്ചിൽ കയറ്റത്ത് നിർത്തേണ്ടത് എന്നുള്ളതാണ്. ഇതിന് നിങ്ങൾ ഇതുപോലെ ചെറിയൊരു കയറ്റത്ത് വാഹനം കൊണ്ടുപോയി നിർത്തുക. കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്യാൻ പാടില്ല. ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഫുട് പെഡൽ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് ബ്രേക്കിൽ ഇങ്ങനെ വെക്കുന്നു, കാലിന്റെ എൻഡ് ഫ്ലോറിലും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇടത്തെ കാല് നിങ്ങൾ ഒന്ന് ഫ്രീ ആക്കിയിട്ട് പതുക്കെ ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ വണ്ടിയുടെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് സ്മൂത്ത് സൗണ്ട് ആയിരിക്കും. ക്ലച്ച് ഇങ്ങനെ അയച്ചു വരുന്ന സമയത്ത് വണ്ടിയുടെ സൗണ്ടിന് വേരിയേഷൻ വരും. അതായത് വാഹനത്തിന്റെ സൗണ്ടിന് ഒരു ചെറിയ വിറയൽ വന്നു തുടങ്ങും. ആ വിറയൽ വരുന്ന ആദ്യ നിമിഷം നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിട്ട് ഇടത്തെ കാല് വിറയൽ വരുന്ന പോയിന്റ് നിങ്ങൾ ആദ്യം ബാലൻസ് ചെയ്ത് പിടിക്കുക. കാരണം ആദ്യത്തെ വിറയൽ പോയിന്റ് ആണ്. ഇനി വീണ്ടും നമ്മൾ ക്ലച്ചിൽ നിന്ന് ആ വിറയൽ പോയിന്റ് ശ്രദ്ധിച്ച് ഇങ്ങോട്ട് അയക്കുന്നതിനനുസരിച്ച് ഈ വിറയൽ പരമാവധി കൂടി വരുന്ന പരമാവധി ഏരിയയിലേക്ക് നിങ്ങൾ ക്ലച്ച് അയച്ചു വരിക. എന്ന് പറഞ്ഞ് നന്നായിട്ട് കൂടി വന്നു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. അത്രയും വരാൻ പാടില്ല. അതിനോടടുത്ത് നമുക്ക് ഓഫ് ആകത്തില്ല എന്നുള്ള ഒരു പ്രോപ്പർ ഐഡിയ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പതുക്കെ ക്ലച്ച് അയക്കുക. ഇതുകൊണ്ട് ഇപ്പോൾ വാഹനം നന്നായിട്ട് വിറച്ചു. ആവറേജ് ആ വിറയൽ പോയിന്റ് ഞാൻ കാല് വെച്ചു. എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ആ വിറയൽ പോയിന്റ് ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, പതിയെ ബ്രേക്ക് ഒന്ന് അയച്ചു നോക്കുക. പതുക്കെ, അതായത് ഒറ്റയടിക്ക് എടുക്കരുത്, പതിയെ അയക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ചെറിയ കയറ്റത്താണ് നിങ്ങളുടെ വണ്ടി ഇതുപോലെ നിൽക്കും. ഇപ്പൊ ഞാനിവിടെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ല, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ മാത്രമായിട്ട് എന്റെ വണ്ടി നിൽക്കും. ഇത് ചെറിയ കയറ്റത്തിന്റെ പ്രത്യേകതയാണ്. വലിയ കയറ്റത്തിൽ ഇങ്ങനെ നിൽക്കത്തില്ല, ചെറിയ കയറ്റത്തിൽ. അപ്പൊ ഞാനിതുകൊണ്ട് ഹാഫ് ക്ലച്ച് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് ഞാനൊരു കയറ്റം നിർത്തിയേക്കാണ്. ഇത് ചെറിയ കയറ്റം നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം ഒരു കയറ്റം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എന്നാൽ ഇത് പ്രോപ്പർ എനിക്കൊരു ബാലൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിർത്താൻ കഴിഞ്ഞാണ്. ഇതുകൊണ്ട് വണ്ടി ഇപ്പോൾ ആ ബാലൻസ് തെറ്റിയപ്പോൾ ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ വീണ്ടും ഞാൻ ക്ലച്ച് ഇച്ചിരി കൂടെ ഒന്ന് അയച്ചപ്പോൾ എന്റെ വണ്ടി വീണ്ടും ആ പ്രോപ്പർ പോയിന്റിൽ നിന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടുന്ന് ക്യുക്കായിട്ട്, ഇപ്പൊ ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാലം എടുത്തിട്ടുണ്ടല്ലോ, പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കുക. കയറ്റത്തിന്റെ അളവനുസരിച്ച് മുന്നോട്ട് ആക്സിലറേഷൻ കൊടുക്കണം. നന്നായിട്ട് അങ്ങോട്ട് കൊടുത്തു പിടിക്കുക. മുന്നോട്ട് കൊടുത്തു പിടിച്ചതിന് ശേഷം ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന്, ആ വിറയൽ പോയിന്റിൽ നിന്ന് കാലയക്കണം. അപ്പൊ ഓഫ് ആകാതിരിക്കാനായിട്ട് ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ, അതായത് വളരെ സാവധാനത്തിൽ കാലയക്കുമ്പോൾ നിങ്ങളുടെ വണ്ടി എടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് നല്ല കയറ്റങ്ങളിൽ ഇങ്ങനെ പറ്റത്തില്ല. നമ്മൾ ബ്രേക്കിനും ക്ലച്ചിനും വന്ന് വണ്ടി ചവിട്ടി നിർത്തുന്നു, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ ഉടൻ തന്നെ പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ചാലേ വണ്ടി എടുത്തും കിട്ടത്തുള്ളൂ.